ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. എ റോളർ ഓഫ് റേഡിയസ് 300 millimeter and weight 1000 Newton is to be pulled over a rectangular block of height 150 millimeter as shown in the figure. Determine ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് the horizontal force required to be applied through the center O. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് the least force required to be applied through the center O. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് കേസാണുള്ളത്. ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, ഒരു റോളറുണ്ട്. ആ റോളറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 300 millimeter ആണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1000 Newton ആണെന്നും പറയുന്നുണ്ട്. ഇതിനെ ഒരു അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിൻ്റെ മുകളിൽ കൂടി ഇതിനെ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഈ ബ്ലോക്കിൻ്റെ മുകളിൽ കൂടി റൈറ്റിലേക്ക് പുള്ള് ചെയ്യുകയാണ്. അതാണ് ബേസിക്കായിട്ടും ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. നമുക്ക് രണ്ട് കേസുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിനെ ഇങ്ങോട്ട് പുള്ള് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം അല്ലേ. ഫസ്റ്റ് കേസ് നമുക്കിപ്പോൾ നോക്കാം. ഫസ്റ്റ് കേസിൽ പറയുന്നത് ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്റർ പോർഷൻ ഇതാണ് സെൻറ്റർ O എന്ന് പറയുന്നത്. ഈ സെൻറ്ററിൽ കൂടി ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഫോഴ്സിന് ഞാനിപ്പോൾ P എന്ന് നെയിം ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്താണ്, ഈ ഒരു റോളറിനെ ഈ ഒരു ബ്ലോക്കിൻ്റെ മുകളിൽ കൂടി പുള്ള് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ്. ആ ഹൊറിസോണ്ടൽ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും. ഈ ഒരു റോളറിൻ്റെ സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ Pൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം നമ്മൾ വരയ്ക്കണം. ഇതിൽ എന്തൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യമേ വരയ്ക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ വെയിറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ആ റോളറിനെ ഇതിൻ്റെ സപ്പോർട്ട്സിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. ഇതാണ് ഈ റോളറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന എന്താണ്, നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. വെയിറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. എത്രയാണ് വെയിറ്റ് എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്? 1000 Newton ആണ് ഈ ഒരു ബോഡിയുടെ വെയിറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെ ഇങ്ങോട്ടും കൂടെ അങ്ങ് മാർക്ക് ചെയ്തിടുകയാണ്, 1000 Newton. ഇനിയും നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് വെയിറ്റ് മാർക്ക് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്നത് ഇത് എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ടച്ച് ചെയ്ത് എവിടെയൊക്കെയാണെന്ന് നോക്കുക. അവിടെ നമുക്ക് എന്തുണ്ടാകും? നമുക്ക് റിയാക്ഷൻസ് ഉണ്ടാകും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ഫിഗർ നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ഇത് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടും റിയാക്ഷൻസ് വരുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റിൽ പറയുന്നത് എന്താണ്? ഈ ഒരു റോളറിനെ റൈറ്റിലേക്ക് പുള്ള് ചെയ്യുകയാണ് അല്ലേ. ഈ ഒരു പോയിന്റിൽ കൂടി ടേൺ ചെയ്ത് ഇങ്ങോട്ട് പോവുകയാണ്, റൈറ്റിലേക്ക് ജസ്റ്റ് പോവുകയാണ്, ഫുള്ള് പോയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഒരു പോയിന്റിലെ കോൺടാക്റ്റ് തന്നെ നഷ്ടമാകും അല്ലേ. നമുക്കതറിയാം. ഇതിനെ ജസ്റ്റ് ഇങ്ങോട്ട് റൈറ്റിലേക്ക് നമ്മൾ പുള്ള് ചെയ്യുമ്പോൾ ഈ ഒരു റോളറിൻ്റെ ഇവിടുത്തെ കോൺടാക്റ്റ് നഷ്ടമായിട്ട് ഇത് ഇവിടെ കോൺടാക്റ്റ് ഉണ്ടാകും. അപ്പം ഈ ഒരു പോയിന്റിൽ കോൺടാക്റ്റ് ഇല്ല. കാര്യം എന്താണ്? നമുക്ക് പറയുന്നത് എന്താണ്? നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഇതിനെ ഇങ്ങോട്ട് റൈറ്റിലേക്ക് പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ അത്രയും ഫോഴ്സ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇത് ഇവിടെ നിന്നും മൂവ് ചെയ്യും. ഇവിടുത്തെ കോൺടാക്റ്റ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും. പക്ഷേ ഇവിടെ കോൺടാക്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഇവിടെ കോൺടാക്റ്റ് ഇല്ല. അതുകൊണ്ട് എന്താണ്? ഇവിടുത്തെ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യരുത്. മനസ്സിലായോ? പക്ഷേ ഇവിടെ കോൺടാക്റ്റ് ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ റിയാക്ഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? എപ്പോഴും നമുക്കിവിടെ റിയാക്ഷൻ മാർക്ക് ചെയ്യണം. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ റിയാക്ഷൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു റിയാക്ഷനെ ഞാനിപ്പോൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, R എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷനെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. റിയാക്ഷൻ നെയിം ചെയ്തു, R എന്ന് നെയിം ചെയ്തു. ഇനി നമുക്ക് അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? ഫ്രീ ബോഡി ഡയഗ്രത്തിൽ റിയാക്ഷൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പോയിന്റിൽ എന്തുണ്ട്? എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ എക്സ്റ്റേണൽ ഫോഴ്സിനെ കൂടി ഇങ്ങോട്ട് വരയ്ക്കാം. എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ്? P ആണ് നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലെ എല്ലാ ഫോഴ്സും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു Pൻ്റെ വാല്യൂ ശരിക്കും കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും?
നമുക്ക് നമ്മുടെ equilibrium equations യൂസ് ചെയ്യാം അല്ലേ. ഒന്നുകിൽ നമുക്ക് ലാമീസ് തിയറം വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇക്വേഷൻ സിഗ്മ h ഈസ് ഈക്വൽ ടു 0, സിഗ്മ v ഈസ് ഈക്വൽ ടു 0 എന്നുള്ള equilibrium equations അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ ഞാൻ നമ്മുടെ equilibrium equation അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം equilibrium equation അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്തായാലും equilibrium equation സിഗ്മ h ഈസ് ഈക്വൽ ടു 0, സിഗ്മ v ഈസ് ഈക്വൽ ടു 0. ഇവിടെ p എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്, 1000 എന്ന വെർട്ടിക്കലാണ്. ഇവിടുത്തെ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്യണം. ഇതിനെ റിസോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതായത് ഈ ഒരു റിയാക്ഷൻ ഒന്നുകിൽ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിളോ ഏതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് വേണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതിനുള്ള ക്ലൂ തന്നിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ ആംഗിളൊന്നും തന്നിട്ടില്ല. സാധാരണ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ആംഗിളൊക്കെ തരുന്നതാണ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആംഗിൾ തന്നിട്ടില്ല. പകരം നമുക്ക് കുറച്ച് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. നോക്കിയേ, ഈ ഒരു ബ്ലോക്കിൻ്റെ ഡയമെൻഷൻ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 150 മില്ലിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 150 മില്ലിമീറ്റർ. അതായത് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, ഇത്രയും ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 150 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു റോളറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്, 300 മില്ലിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആംഗിളോ ആണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് അത് ഈ ഒരു ക്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ആംഗിൾ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഞാൻ ഈ ഒരു പേര് കൊടുക്കുകയാണ്, ഇതിന് ബി എന്ന് നെയിം ചെയ്യുകയാണ്. ഈ ഒരു പോയിന്റിന് ബി എന്ന് നെയിം ചെയ്യുകയാണ്, ഈ ഒരു പോയിന്റിന് എ എന്ന് നെയിം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, ഒ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രനോട് ഈക്വൽ ആയിരിക്കും. ഒ ബി എന്ന് പറയുന്നത് ഈ ഒരു റോളറിൻ്റെ റേഡിയസ് ആണ് അല്ലേ. റേഡിയസ് എത്രയാണെന്ന് പറയുന്നുണ്ട്, റോളറിൻ്റെ റേഡിയസ് 300 മില്ലിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒ എ എത്ര ആയിരിക്കും, ഒ എൻ്റെ വാല്യൂ എത്രയാണ്, 300 ആണ് അല്ലേ. ഒ എയും നമ്മുടെ ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു റോളറിൻ്റെ റേഡിയസ് ആണ്. ഇനി നിങ്ങൾക്ക് നോക്കാം, ഞാനിവിടെ ഒരു ലൈൻ ഇങ്ങനെ ജസ്റ്റ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എത്രയാണ്, 90 ഡിഗ്രി ആണ് നമുക്കറിയാം. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പം ഈ ഒരു നമുക്ക് വേണ്ടുന്ന ആംഗിൾ ഇതാണെന്ന് വിചാരിച്ചോളൂ. സപ്പോസ് ഈ ആംഗിളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ആംഗിളിനെ ഞാനിപ്പോൾ തീറ്റ എന്ന് നെയിം ചെയ്യണം കേട്ടോ. ഈ ആംഗിൾ എത്രയാണ്, തീറ്റയാണ്. അപ്പോൾ തീറ്റേൻ്റെ വാല്യൂ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം അല്ലേ. ഒ എ എന്ന് പറയുന്നത് എത്രയാണ്, 300 മില്ലിമീറ്റർ ആണെന്ന് അറിയാം. ഇനി നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് വേണം. അപ്പം ഞാൻ ആ ഒരു പോയിന്റിന് സി എന്ന് നെയിം ചെയ്യുകയാണ്. അതായത് നമുക്ക് ഒ സി എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് വേണം. അതെങ്ങനെ കിട്ടും, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഒ ബിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 300 ആണെന്നറിയാം. പിന്നെ സി ബിൻ്റെ വാല്യൂ എത്രയാണ്, 150 ആണ്. മനസ്സിലായോ? ഈ ടോട്ടൽ 300 ആണ്. ഇത്രയും ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 150 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഹൈറ്റ് 150 ആണ്. ഞാനിവിടെ എഴുതാം. സി ബി എന്ന് പറയുന്നത് എത്രയാണ്, 150 മില്ലിമീറ്റർ ആണ്. അങ്ങനെയാണെന്ന് പറയുന്നത് നമുക്ക് ഒ സി കിട്ടുമല്ലോ. എങ്ങനെയായിരിക്കും ഒ സി കിട്ടുക, ടോട്ടൽ ഒ ബിയിൽ നിന്നും സി ബി മൈനസ് ചെയ്താൽ മതി അല്ലേ. അതായത് 300-ൽ നിന്നും 150 മൈനസ് ചെയ്താൽ മതി. അതായത് 150 മില്ലിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒ സിൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രം ട്രയാങ്കിൾ ഒ സി എ, ഈ ഒരു ട്രയാങ്കിൾ, അപ്പോൾ ആ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് കോസ് തീറ്റാനെ എഴുതാമല്ലോ. എങ്ങനെ കോസ് തീറ്റാനെ എഴുതാൻ പറ്റും, ഒ സി ഡിവൈഡഡ് ബൈ ഒ എ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഒ സി എന്ന് വെച്ചാൽ എത്രയാണ്, 150 ആണ്. ഒ എന്ന് വെച്ചാൽ എത്രയാണ്, 300 ആണ്. അപ്പോൾ നമുക്ക് തീറ്റേൻ്റെ വാല്യൂ ഇതിൽ നിന്ന് കിട്ടുമല്ലോ. കോസ് ഇൻവേഴ്സ് 150/300 ചെയ്താൽ മതി. അപ്പോൾ തീറ്റേൻ്റെ ആൻസർ കിട്ടുന്നത് 60 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ആംഗിൾ എത്രയാണെന്ന് കിട്ടി, 60 ഡിഗ്രി. അതായത് നമ്മുടെ ഈ റിസൾട്ടൻ്റ് വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കിട്ടി. എത്രയാണ്, 60 ഡിഗ്രി എന്ന് കിട്ടി. നമ്മുടെ ഈ ഒരു റിയാക്ഷൻ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടി. നമുക്കിനി ഈ റിയാക്ഷൻ റിസോൾവ് ചെയ്യാം. എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്, ഈ റിയാക്ഷൻ ഹൊറിസോണ്ടലിയും വേർട്ടിക്കലിയും നമുക്ക് റിസോൾവ് ചെയ്യണം. നമ്മുടെ ഈ റിയാക്ഷൻ ആർ ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്ത് കമ്പോണൻ്റ് ആണ്, കൊസൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ആർ ഇൻറ്റു കോസ് 60 എന്ന് വരും. അതുപോലെ തന്നെ അപ്പോൾ ഈ കമ്പോണൻറ്റ് എന്തായിരിക്കും, അത് സൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ആർ ഇൻറ്റു സൈൻ 60 എന്ന് വരും. ഓക്കെ, ഡയറക്ഷൻ എങ്ങനെയാണ് രണ്ട് കമ്പോണൻസിൻ്റെയും, ഈ ഒരു റിസൾട്ടൻ്റ് ഈ പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കമ്പോണൻസിൻ്റെ ഡയറക്ഷൻ ഈ പോയിന്റിന് ഉള്ളിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഫസ്റ്റ് ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആണ്. ഇവിടെ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? നോക്കിക്കേ, ഇവിടെ ഒരു പി എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സും ഉണ്ട്, ഈ ഒരു റിയാക്ഷൻ്റെ സൈൻ കമ്പോണൻറ്റും ഉണ്ട് അല്ലേ. സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ് എടുക്കാം, ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടും എടുക്കാം. അപ്പം ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് എങ്ങനെയാണ്? റൈറ്റിലേക്കാണ്, അപ്പോൾ അത് പോസിറ്റീവാണ്. പിന്നെ ആർ സൈൻ 60 എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണ്, അപ്പോൾ മൈനസ് ആർ സൈൻ 60 = 0 എന്ന് വരും. അപ്പോൾ ഇതിൽ പിയും ആറും രണ്ട് അൺനോൺസ് ആണ്, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതോടെ കിടക്കട്ടെ. നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആണ്. ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാം, ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ സൈൻ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടും എടുക്കാം. അപ്പം ഇവിടെ ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സസ്? ആർ കോസ് 60 ഉണ്ട്, 1000 ഉണ്ട്. ആർ കോസ് 60 എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്വേർഡാണ്, അപ്പോൾ പ്ലസ് ആർ കോസ് 60, പിന്നെ 1000 എന്ന് പറയുന്നത് ഡൗൺവേർഡാണ്, അപ്പോൾ -1000 = 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടുന്നത് 2000 ന്യൂട്ടൺ എന്ന് കിട്ടും. നമുക്കിതിനെ ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. ഇതിനെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീൻ്റെ വാല്യൂ കിട്ടും. എത്രയാണ്? 1732.05 ന്യൂട്ടൺ എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് 1732 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഇവിടെ ഹൊറിസോണ്ടലി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു റോളർ ഇവിടുന്ന് മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതാണ് കേസ് 1 എന്ന് പറയുന്നത്. അടുത്തത് കേസ് 2. കേസ് 2 പറയുന്നത് എന്താണ്? ലീസ്റ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. സെൻറ്റർ ഓയിൽ കൂടെ അപ്ലൈ ചെയ്യുന്ന ലീസ്റ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു? ഫോഴ്സ് എങ്ങനെയായിരുന്നു? ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. സെൻട്രൽ കൂടെ തന്നെയാണ് ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് കേസിൽ പറയുന്നത് ഹൊറിസോണ്ടലാണോ ഒന്നും പറയുന്നില്ല, നമുക്ക് അറിയത്തില്ല. നമുക്ക് വേണ്ടുന്നത് ലീസ്റ്റ് ഫോഴ്സാണ്. എത്ര മിനിമം ഫോഴ്സാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ഇതിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആണോ എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് തൽക്കാലം ഇതിനെ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോഴ്സിനെ ഈ ഒരു പോയിന്റ്, ഇതാണ് സെൻട്രൽ കൂടെയാണ് ആക്ട് ചെയ്യുന്നത്, അത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പിന്നെ അതിനെ ഞാൻ പി എന്ന് കൊടുക്കുകയാണ്. മനസ്സിലായോ? ഇനി അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും കൂടെ ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഹൊറിസോണ്ടലുമായിട്ട് ആൽഫ ഡിഗ്രിയാണ് ഇതിൻ്റെ ഇൻക്ലിനേഷൻ എന്നും മാർക്ക് ചെയ്യുകയാണ്. ഇനി ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്കറിയാം അല്ലേ. ഇതിൻ്റെ വെയിറ്റ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കേസിൽ ചെയ്ത അതേ വെയിറ്റ് തന്നെയാണ്, 1000 ന്യൂട്ടനാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നൊരു റിയാക്ഷനും ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ആ റിയാക്ഷനെ കൂടി ഇങ്ങോട്ട് വരയ്ക്കാം. റിയാക്ഷൻ 6 എന്ന് കൊടുക്കുന്നു. ഈ റിയാക്ഷൻ വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിനെയും ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഓ എന്ന് പറയുന്ന ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിനെയും ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലെന്ത് ചെയ്യാം? നമുക്ക് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. സിഗ്മ H = 0, സിഗ്മ V = 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡ് എന്താണ്? ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് രണ്ട് മെത്തേഡും ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ ഞാൻ ലാമീസ് തിയറം അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ലാമീസ് തിയറം അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എങ്ങനെയാണ്? ഫോഴ്സസ് 3 ഫോഴ്സാണ് അല്ലേ. ഒരു പോയിന്റിൽ എത്ര ഫോഴ്സ് വേണം? 3 ഫോഴ്സാണ്. ഇവിടെ 3 ഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കിക്കേ. ഉണ്ടല്ലേ. 1000 പി, അതുപോലെ തന്നെ റിയാക്ഷൻ 6 എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പം ഈ 3 ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3 ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അത് കൺകറൻറ്റ് ഫോഴ്സ് ആയിരിക്കണം. അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വന്നിട്ട് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം. ശരിയാണ്, 3ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വന്നൊരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ നോക്കിക്കേ, ഈ 2 ഫോഴ്സും റിയാക്ഷനും ഈ 1000 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ 2 ഫോഴ്സും എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. പക്ഷേ പി എന്ന് പറയുന്ന ഈ പോയിന്റ് എവേ ഫ്രം ദ പോയിന്റാണ്, ഔട്ട്വേർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ കൂടുതൽ കൺഫ്യൂഷൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ഒരേപോലെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റ് ഓനെ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. ഫസ്റ്റ് 1000 ന്യൂട്ടൺ എല്ലാം ഇൻവേർഡായിട്ട് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ. ഈ പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് വരയ്ക്കാം. 1000 ന്യൂട്ടനെ മാർക്ക് ചെയ്യുന്നു. പിന്നെ 6 ഈ ഒരു പോയിന്റിലേക്കാണ് അല്ലേ, നമുക്കറിയാം. അത് വേർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്കറിയാം 60 ഡിഗ്രിയാണ്. ഇനി അടുത്ത പോയിന്റ് ഏതാണ്? പി എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സാണ് അല്ലേ. അപ്പോൾ ഈ പി എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വെച്ചിട്ട് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലുള്ള മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിനെ, ഈ ഒരു പീനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. മനസ്സിലായോ? ഇതിൻ്റെ പീൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ
ജസ്റ്റ് പുറമോട്ട് നിന്ന് മാറ്റി വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി എന്ന് കിട്ടി. മനസ്സിലായോ? ഇത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി വെച്ചിട്ട് നമുക്ക് എന്താണ് ഈ ഒരു പോയിന്റ്, ഇതാണ് നമ്മുടെ ഫോഴ്സ് എങ്കിൽ ഈ ഒരു ഫോഴ്സിനെ നമുക്ക് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എവിടെയാണ് അവിടെ ലൈൻ ഓഫ് ആക്ഷനിൽ കൂടി നമുക്ക് ഏത് പോയിന്റിൽ വേണമെങ്കിലും മാറ്റി വരയ്ക്കാം. ഈ പീനെ ഇങ്ങോട്ട് വരയ്ക്കാം, ഇനി ഇതിനെ വേണമെങ്കിൽ ഇച്ചിരി ബാക്കിലോട്ട് മാറ്റിയിട്ട് ഇതാണ് നമ്മുടെ പി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി വരയ്ക്കാം. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പി ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ടോ വെർട്ടിക്കലുമായിട്ടോ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നോക്കിക്കേ, എന്താ ഈ ഒരു ലൈനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിട്ട് കിട്ടും അല്ലേ? ഈ ആംഗിൾ ആൽഫ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ ആൽഫ ആയിരിക്കും. അതായത് ഈ ഒരു പി എന്ന് പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് ആൽഫ എന്ന് കിട്ടും. മനസ്സിലായോ? ഈ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആംഗിളാണ് അല്ലേ? ഈ ഒരു ലൈനിനെ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടി? ഓപ്പോസിറ്റ് ആംഗിൾസ് കിട്ടി. അങ്ങനെ ഈ ആൽഫയും സെയിം ആയിട്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം 3 ഫോഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇതൊരു ഫോഴ്സാണ്, ഇതൊരു ഫോഴ്സാണ്. ഈ 3 ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇതേ പോയിന്റിലേക്കാണ്. മനസ്സിലായോ? ഇനി നമുക്ക് ലാമീസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് ആംഗിൾസ് വേണം അല്ലേ? ഈ ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിൾസ് നമുക്ക് വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആംഗിൾസ് കിട്ടുക. നോക്കിക്കേ, ഫസ്റ്റ് നോക്കുക, ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? ഈ ഒരു ആംഗിൾ നമുക്ക് 90 ഡിഗ്രി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ വേണം അല്ലേ? ഇതാ ഈ ഒരു ആംഗിൾ വേണം. ആ ആംഗിൾ എങ്ങനെ കിട്ടും? നോക്കിയേ, ഇത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. 180 ഇത് ടോട്ടൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഈ ചെറിയ ആംഗിൾ എത്രയാണ്? 60 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കിട്ടും? 180യിൽ നിന്നും 60 മൈനസ് ചെയ്താൽ മതി. അതായത് ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ ആ ആംഗിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടണം. ഈ ഒരു ആംഗിൾ എത്രയാണ്? നമുക്കറിയാം, ഇത് ടോട്ടൽ 90 ഡിഗ്രിയാണ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90 മൈനസ് ആൽഫ ആയിരിക്കും. എന്ന് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ആംഗിൾ കറക്റ്റായിട്ട് മനസ്സിലാകും. ലാമീസ് തിയറം അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് 1000 എന്ന് പറയുന്ന ഫോഴ്സിനെ എടുക്കാം. 1000 ഡിവൈഡഡ് ബൈ സൈൻ ആംഗിൾ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആയിരിക്കും. അതായത് ഈ രണ്ട് ഫോഴ്സിന് ഇടയ്ക്കുള്ള ആംഗിൾ, പിക്കും ആറിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? നോക്കി, 90 മൈനസ് ആൽഫ പ്ലസ് 60 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം സൈൻ 90 മൈനസ് ആൽഫ പ്ലസ് 60. ഈ രണ്ട് ആംഗിളോട് ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പിനും ആറിനും ഇടയ്ക്കുള്ള ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടുന്നത്. അടുത്ത ഫോഴ്സ് നമുക്ക് ആറിനെ എടുക്കാം അല്ലേ? റിയാക്ഷൻ 6 എടുക്കുക, ഡിവൈഡഡ് ബൈ സൈൻ ആംഗിൾ എങ്ങനെ കിട്ടും? ഈ ആറിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ, അത് മറ്റ് രണ്ട് ഫോഴ്സുകൾക്കിടയ്ക്കുള്ള ആംഗിൾ അല്ലേ? അതായത് പിക്കും 1000നും ഇടയ്ക്കുള്ള ആംഗിൾ ഏതാണ്? ഈ ഫുൾ ആംഗിളാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം ഇത് ആൽഫയാണെന്നറിയാം, ഇത് 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 90 പ്ലസ് ആൽഫ എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു അടുത്തത് പി ഡിവൈഡഡ് ബൈ സൈൻ ആംഗിൾ വേണം അല്ലേ? അതായത് പിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ, അതായത് മറ്റ് രണ്ട് ഫോഴ്സസ്, പി കൂടാതുള്ള മറ്റ് രണ്ട് ഫോഴ്സ് തന്നെ 6ഉം 1000ഉം. ഈ 6ഉം 1000ഉം തമ്മിൽ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 120 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഈ ഒരു ഇക്വേഷനെയും ഇതിനെയും കൂടെ രണ്ടിനെയും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പീൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. പി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1000 ഇൻറ്റു സൈൻ 120 ഡിവൈഡഡ് ബൈ സൈൻ, ഇത് രണ്ടും കൂടെ 90യും 60യോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 150 കിട്ടും. 150 മൈനസ് ആൽഫ എന്ന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് വേണ്ടുന്നത്? മിനിമം വാല്യൂ ഓഫ് പി ആണ് വേണ്ടുന്നത് അല്ലേ? ഇതിൻ്റെ വാല്യൂ മിനിമം ആവണമെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആവണം. മനസ്സിലായോ? അതായത് സൈൻ 150 മൈനസ് ആൽഫ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. സൈൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? നമുക്കറിയാമല്ലോ, സൈൻ്റെ കേർവ് ഇങ്ങനെയാണ് പോകുന്നത്. സൈൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ സൈൻ്റെ വാല്യൂ മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ ഈ 150 മൈനസ് ആൽഫ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. നമുക്കറിയാം സൈൻ 90 എന്ന് വെച്ചാൽ എത്രയാണ്? 1 ആണ്. ഏത് ആംഗിളിലാണ് മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്? 90 ഡിഗ്രിയാണ്. അതായത് 150 മൈനസ് ആൽഫ എന്ന് പറയുന്നത് 90 ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആൽഫേൻ്റെ വാല്യൂ കിട്ടും. എത്രയാണ്? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ 60 ഡിഗ്രി നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. ആൽഫയ്ക്ക് പകരം 60 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിൻ്റെ വാല്യൂ കിട്ടുന്നത് 866.025 എന്ന് കിട്ടും. അപ്പം ഇതാണ് മിനിമം ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മിനിമം ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക്
നമ്മളിവിടെ എന്താണ് ചെയ്തത്? പീൻ്റെ വാല്യൂ മിനിമം ആകണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിൻ്റെ വാല്യൂ മാക്സിമം ആണ്. ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? സൈനിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ സൈനിൻ്റെ വാല്യൂ മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയോട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ നമുക്ക് ആൽഫേൻ്റെ വാല്യൂ കിട്ടി. ആ ആൽഫേൻ്റെ വാല്യൂ എടുത്തിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് പീൻ്റെ വാല്യൂ കിട്ടി.